കൊച്ചിയിൽ രാത്രിയിൽ കാറുകളുടെ മത്സരയോട്ടം ക്വീൻസ് വർക്ക് വേയിൽ ഇന്ന് പുലർച്ചെ 1 മണിയോടെയായിരുന്നു ഈ മത്സരയോട്ടം. അനധികൃത സൈലൻസറുകൾ ഘടിപ്പിച്ച 3 കാറുകൾ സെൻട്രൽ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആൻമരിയ സണ്ണി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ആൻമരിയ, എന്താണ് ഈ വെളുപ്പിന് ഇത്രയും മത്സരയോട്ടത്തിന് ഇവർ പോകാൻ കാര്യം? വേറെ എന്തെങ്കിലും മദ്യം അങ്ങനെ എന്തെങ്കിലും സ്വാധീനം ഉണ്ടായിട്ടാണോ? അങ്ങനെ ഒരു, അതായത് ഇവര് ലഹരി ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ രീതിയിൽ മത്സരയോട്ടം നടത്തിയത് എന്നുള്ളൊരു വിവരം പോലീസിന്റെ ഭാഗത്തു നിന്നും എന്തായാലും ലഭ്യമായിട്ടില്ല. പക്ഷേ ഈ സാധാരണ നിലയിൽ കൊച്ചിയിൽ ഈ രാത്രികാലങ്ങളിൽ നൈറ്റ് റൈഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ രീതിയിലുള്ള മത്സരയോട്ടങ്ങൾ സർവ്വസാധാരണമായിട്ട് കൊച്ചിയിൽ നടക്കുന്നതാണ്. അത് പ്രധാനമായിട്ടും ഈ കാറുകളിൽ ഇങ്ങനെ മോഡിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പിടിപ്പിച്ചുകൊണ്ടാണ് ഇവർ ഈ മത്സരയോട്ടത്തിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ മോഡിഫൈ ചെയ്തിട്ടുള്ള 3 കാറുകളാണ് സെൻട്രൽ പോലീസ് ഇപ്പോൾ പിടിച്ചിട്ടിരിക്കുന്നത്. നമ്മൾ ആ സ്ഥലത്താണുള്ളത്. 3 വാഹനങ്ങളാണ് പിടിച്ചിട്ടിരിക്കുന്നത്. അതിൽ കാസർഗോഡ് സ്വദേശിയുടെ ഉൾപ്പെടെയുള്ള കാറുകളുമുണ്ട്. ഇതിനകത്ത് വരുന്നത് നമ്മുടെ സ്വിഫ്റ്റ്, ഹോണ്ട സിവിക്, ഹോണ്ട അക്കോർഡ്, ഈ 3 കാറുകളാണ് ഇവർ അനധികൃതമായിട്ട് ഇതിനകത്ത് സൈലൻസറുകളെല്ലാം പിടിപ്പിച്ച് ഈ തീ തുപ്പുന്ന രീതിയിൽ ഇതിനകത്ത് ഭയങ്കരമായിട്ടുള്ള ശബ്ദമുണ്ടാകും. അതോടൊപ്പം തന്നെയുള്ള ഈ തീ തുപ്പുന്ന രീതിയിലുള്ള സൈലൻസറുകളൊക്കെ പിടിപ്പിച്ചുകൊണ്ട് ഈ 3 കാറുകൾ മത്സരയോട്ടം നടത്തുന്നു. ആദ്യഘട്ടത്തിൽ 2 കാറുകളാണ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ 2 കാറുകൾ പിടിച്ചുകൊണ്ട് സെൻട്രൽ സ്റ്റേഷനിലേക്ക് വരുന്ന വഴി ഈ പോലീസിന്റെ വാഹനത്തിന് പിറകെ മറ്റൊരു വാഹനം, അതായത് കാസർഗോഡ് സ്വദേശിയുടെ ആയിട്ടുള്ള മറ്റൊരു വാഹനം അതിന് പുറകിലായിട്ട് ഒരു മത്സരയോട്ടമാണ് എന്ന് കരുതി പുറകിലായിട്ട് വരികയാണ്. അങ്ങനെയാണ് 3ാമത്തെ വാഹനം പിടിക്കപ്പെടുന്നത്. നിലവിൽ എന്തായാലും 3 കാറുകൾക്കും ഫൈൻ ഇട്ടിട്ടുണ്ട്. ഉച്ചയോടുകൂടി കേസെടുക്കുമെന്നാണ് എറണാകുളം സെൻട്രൽ പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യം, നമ്മൾ നൈറ്റ് ലൈഫ് എന്നൊക്കെ പറഞ്ഞ് കൊച്ചിയുടെ പല സ്ഥലങ്ങളിലായിട്ടും ഈ രീതിയിലുള്ള വാഹനങ്ങൾ മത്സരയോട്ടങ്ങളും അതോടൊപ്പം തന്നെ ചില ആളുകളൊക്കെ ലഹരി ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഈ രീതിയിൽ മത്സരയോട്ടം നടത്തുന്നുണ്ട്. പക്ഷേ ഈ യുവാക്കൾ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പോലീസ് പ്രാഥമികമായിട്ടും നൽകുന്ന വിവരം. പക്ഷേ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ നമ്മളോട് പറഞ്ഞിട്ടുമില്ല. എന്തായാലും ഉച്ചയോടുകൂടി കേസെടുക്കുമെന്നും എറണാകുളം സെൻട്രൽ പോലീസ് അറിയിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.